തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം CMRL കമ്പനിയുടെ മാസപ്പടിക്കുള്ള പ്രത്യുപകാരം എന്നാവർത്തിച്ച് മാത്യു കുഴൽനാടൻ MLA. ചോദ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒളിച്ചോടുകയാണ്. തന്റെ പരാമർശങ്ങൾ ജൽപ്പനങ്ങൾ എന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കലാണ്. തെളിവുകൾ കോടതിയിലെത്തിക്കുമെന്നും മാത്യു കുഴൽനാടൻ 24നോട് പറഞ്ഞു. തോട്ടപ്പള്ളിയെക്കുറിച്ച് മാത്യു കുഴൽനാടന് ഒരു കുന്തവും അറിയില്ലെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. ലീഡിംഗ് ചാനൽ മുറിക്കുന്നതും മണൽ എടുക്കുന്നതും ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കാനാണ്. ഖനനത്തെക്കുറിച്ച് അജ്ഞത പ്രചരിപ്പിക്കുന്ന മാത്യു കുഴൽനാടൻ പ്രളയക്കെടുതി അനുഭവിച്ച കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് മുൻപിലേക്ക് പോകരുത്. വിഷയത്തിൽ രമേശ് ചെന്നിത്തല നിലപാട് വ്യക്തമാക്കണമെന്നും സജി ചെറിയാൻ പറഞ്ഞു. അയാൾക്ക് പിന്നെ ഈ ആലപ്പുഴ ജില്ലയിലെ ഈ വിഷയം അറിയാവൂ. ഈ കുഴൽനാടന് ചുമ്മാ കാണുന്നതിനെല്ലാം കയറി ഇങ്ങനെ മറുപടി പറഞ്ഞതിന് ലീഡിംഗ് ചാനലിൻ്റെ നവീകരണവും ഈ പറയുന്ന പൊഴിമുറിക്കലുമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അത് നടപ്പാക്കണം. അതിനോട് ഒപ്പം ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനോടൊപ്പം, പ്രത്യേകിച്ച് ഏറ്റവും ബോൾഡായി തീരുമാനമെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ഈ പറയുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ, ഈ പ്രളയത്തെ അതിജീവിച്ച ഞങ്ങളുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. അതിന് ഒരു സംശയം വേണ്ട. ഇതൊന്നും അറിയാത്ത പിന്നെ എറണാകുളത്ത് അങ്ങ് മലയോരത്ത് കിടക്കുന്ന ഒരാൾ വന്നിട്ട് ഈ തോട്ടപ്പള്ളിയിലെ പ്രശ്നം സംസാരിച്ചാൽ ആർക്കെങ്കിലും പുച്ഛമല്ലേ തോന്നുള്ളൂ. തോട്ടപ്പള്ളി പൊഴി മുറിച്ച് പിന്നെ ഒഴുകി വരുന്ന വെള്ളം പിന്നെ ഒഴിവാക്കണ്ടെന്ന് രമേശ് ചെന്നിത്തല പറയട്ടെ. ഞാൻ അദ്ദേഹത്തിന് ചോദിക്കാം, ധൈര്യമുണ്ട് പറയാൻ? പറയും. എന്താ പറയാൻ അവിടുത്തെ കോൺഗ്രസ് കാണുന്നില്ല. പത്തനംതിട്ട കുട്ടനാട് അപ്പുറം കുട്ടനാട് വരെ കോൺഗ്രസ് കാണുന്നില്ല. അത് അദ്ദേഹത്തിന് അറിയാം. എങ്ങാണ്ടൊന്നൊരു കുഴൽനാടൻ എന്താ അയാൾ കാണുന്നത് അറിയാവുന്നത്? അത് ശരിയായ കാര്യമല്ല. മനീഷ് മഹിവാൽ കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ് മഹിവാൽ, എന്തൊക്കെയാണ് സജി ചെറിയാന്റെ വിമർശനം? കൂടാതെ മുഖ്യമന്ത്രി ഇതേപ്പറ്റി ഇന്ന് നൽകിയ മറുപടിയും എന്താണ്? വേണുഗോപാലകൃഷ്ണൻ, അതായത് ഈ ഒരു വിഷയത്തിൽ മാത്യു കുഴൽനാടൻ കുറച്ച് ദിവസങ്ങളായി ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ സന്ദർശനം നടത്തുന്നുണ്ട്. അവിടെ മത്സ്യത്തൊഴിലാളികളൊപ്പം തന്നെ ഖനന മേഖലയിൽ അതിനെതിരെ ഖനന വിരുദ്ധ സമരം നടത്തുന്ന സമരസമിതിയിലെ ആളുകളൊക്കെ തന്നെ ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തിൽ പുതിയ ചില കണ്ടെത്തലുകളുമായി രംഗത്തെത്തിയത്. എന്താണെങ്കിലും അതിനെതിരെ മുഖ്യമന്ത്രി കൃത്യമായ ചില കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞാണ് വിമർശനം ഉന്നയിച്ചത്. ആദ്യം ജൽപ്പനം എന്ന് പറഞ്ഞു. പിന്നീട് അത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇന്നലെ തള്ളുന്നൊരു സമീപനമായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് മാത്യു കുഴൽനാടൻ്റെ ആരോപണത്തോട് പ്രതികരിച്ചത്. ഇന്നും സമാനമായ രീതിയിൽ മാത്യു കുഴൽനാടൻ ജൽപ്പനം എന്ന രീതിയിൽ മാത്യു കുഴൽനാടൻ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. ആ മറുപടിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചു. മുഖ്യമന്ത്രി ആ സമയത്ത് അത് UDFിൻ്റെ കാലത്ത്, അത് 2012 മുതൽ ഈ ലീഡിംഗ് ചാനൽ മുറിക്കുകയും ഒപ്പം തന്നെ അവിടെ ആഴം കൂട്ടി ഈ നദികളിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് കടലിലേക്ക് ഒഴുക്കേണ്ട സംവിധാനം സർക്കാരുകൾ മാറി വന്ന സർക്കാരുകൾ എല്ലാവരും ആലോചിച്ചതാണ്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക സാഹചര്യമൊക്കെ തന്നെ മാറാൻ വേണ്ടിയിട്ടാണെന്നുള്ള അടക്കമുള്ള ന്യായീകരണങ്ങൾ ഒരു വശത്ത് പറയുകയാണ്. പക്ഷേ മറുവശത്ത് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരായിട്ടുള്ള ആരോപണം കുറച്ചുകൂടി കടുപ്പിക്കുകയാണ്. അതായത് CMRLന് വേണ്ടിയിട്ട് മാസപ്പടി CMRL നൽകിയതിൻ്റെ പ്രത്യുപകാരമാണ് ഈ രീതിയിൽ മണൽ കടത്ത് CMRLന് വേണ്ടി നടത്തുന്നത്. ഇതിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നതിന് ശേഷമാണ് നിയമവിരുദ്ധമായി തോട്ടപ്പള്ളിയിൽ നിന്നും ഈ മണ്ണെടുപ്പും ഖനനവും നടക്കുന്ന കാര്യത്തിൽ എന്നാണ് വീണ്ടും മാത്യു കുഴൽനാടൻ ഒന്നും കൂടെ ആ കാര്യം ആവർത്തിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില തെളിവുകൾ തൻ്റെ കൈവശമുണ്ട്, തൻ്റെ പക്കലുണ്ട്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അടുത്ത ദിവസം തന്നെ നിർണായക വിവരങ്ങൾ, തെളിവുകൾ, മുഖ്യമന്ത്രിക്കെതിരായ തെളിവുകൾ, തോട്ടപ്പള്ളിയിലെ CMRലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിടുമെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുന്നുണ്ട്. അത് കോടതിയിൽ അത്തരം തെളിവുകൾ ഹാജരാക്കുമെന്നും പറയുന്നുണ്ട്. അതേസമയം സജി ചെറിയാൻ പക്ഷേ ഈ ഒരു വിഷയത്തിൽ വളരെ സങ്കുചിതമായൊരു രീതിയിലാണ് അതിനെ കാണുന്നത്. കാരണം തോട്ടപ്പള്ളിയെ പറ്റി അറിയാത്ത, ഈ ഒരു സ്ഥലത്തെപ്പറ്റി അറിയാത്ത ഒരാൾ എന്തിന് ഈ വിഷയത്തിൽ പ്രതികരിക്കണം എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ സജി ചെറിയാൻ പറഞ്ഞത്. ആ രീതിയിലുള്ള ഒരു പുച്ഛം അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു മറുപടിയാണ് സജി ചെറിയാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണെങ്കിൽ നിയമ നടപടികളിലേക്ക്, അതായത് വിജിലൻസിനടക്കം പരാതി കൊടുത്തിട്ടും, അതായത് മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനും CMRൽ നിന്നും പണം കൈപ്പറ്റുന്നത് സംബന്ധിച്ച് നേരത്തെ വിജിലൻസിൽ പരാതി കൊടുത്തിട്ടും ആ പരാതിയിൽ വിജിലൻസ് നടപടി എടുക്കാത്ത പശ്ചാത്തലത്തിൽ ഇനി കോടതിയെ കൂടി സമീപിക്കാനുള്ള നീക്കത്തിലേക്കാണ് മാത്യു കുഴൽനാടൻ കിടക്കുന്നത്. പക്ഷേ അതേസമയം മറുവശത്ത് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും മാത്യു കുഴൽനാടൻ്റെ വാദങ്ങളെ, ആരോപണങ്ങളെ തള്ളിക്കളയുകയാണ്. അത് ജൽപ്പനങ്ങളെന്ന് പറയുകയും ചെയ്യുകയാണ്. വേണുഗോപാലകൃഷ്ണൻ. മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.